ഹായ് ഹലോ നിദ്ര ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാര്യത്തിലേക്കൂടിൻ്റെ വിശേഷം നോക്കിയാലോ. അപ്പോൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മളെ സുഭാഷ് ചേട്ടൻ്റെ കല്യാണമൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ എല്ലാ കാര്യങ്ങൾ കല്യാണം എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ ഉണ്ട്. അപ്പോൾ സുഭാഷ് ചേട്ടനാണെങ്കിൽ ഇപ്പോൾ ഭയങ്കര ടെൻഷനായിപ്പോയി. ഒന്നാമത്തെ ടെൻഷൻ ഇപ്പോൾ പൈസേൻ്റെ ടെൻഷനും കൂടി ആയി. അതിൻ്റെ കൂടെ അതായത് ഇത്രയും പെട്ടെന്നൊക്കെ നടത്തുമ്പോൾ അത്രയും എമൗണ്ട് ഒന്നും നമ്മുടെ കയ്യിൽ എടുക്കാനില്ലല്ലോ. അപ്പോൾ അവർ തമ്മിൽ അതൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. നമ്മളെങ്ങനെയാണ് ഇത്രയും പെട്ടെന്ന് ഒരു കല്യാണമൊക്കെ നടത്തുക, എന്ത് ചെയ്യും. അപ്പോൾ ഹരീഷ് ആണെങ്കിലും സുധീഷ് ആണെങ്കിലും നികേഷ് ആണെങ്കിലും എല്ലാവരും അതിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. സുഭാഷേട്ടനാണെങ്കിൽ പറയുന്നുണ്ട്, എൻ്റെ അടുത്ത് ഒരു പൈസ ഇല്ല, അന്നുള്ള പൈസ വെച്ചിട്ടാണ് ഞാൻ സുധീഷിൻ്റെ റിസപ്ഷനൊക്കെ നടത്തിയത്. വീണ്ടും ഇത്ര പെട്ടെന്ന് ഇത്രയും ഒരു എമൗണ്ട് അവരെ മുന്നിൽ വെച്ചിട്ട് അതൊന്നും പറയാൻ പറ്റാത്തതുകൊണ്ടാട്ടോ ഞാൻ പറയാൻ എന്നൊക്കെ പറയുന്നുണ്ട്. സുധീഷ് ആണെങ്കിൽ കിട്ടിയ ചാൻസ് എന്ന് വിചാരിച്ചിട്ട് പറയുന്നുണ്ട്, കല്യാണം ഞാൻ നടത്തിക്കോളെ. സുഭാഷേട്ടൻ്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് ലക്ഷങ്ങൾ ചിലവായാലും അത് ഞാൻ ഒറ്റയ്ക്ക് വഹിച്ചോളാം. എൻ്റെ കല്യാണം സുഭാഷേട്ടൻ നല്ല ഭംഗിയായിട്ട് നടത്തിയതല്ലേ, അപ്പോൾ സുഭാഷേട്ടൻ്റെ കല്യാണം ഞാനും നടത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വർത്താനൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ തന്നെ ഹരീഷ് പറയുന്നുണ്ട്, വേണ്ടാത്ത പണിക്ക് നിൽക്കണ്ട, സുധീഷേട്ടൻ ഈ വീടിന് വേണ്ടിയിട്ട് 5 പൈസ ചിലവാക്കാത്ത ആൾ, എന്നിട്ടല്ല ഇത്രയും ഒരു എമൗണ്ട് സുധീഷേട്ടൻ എടുക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. സുധീഷേട്ടനാണെങ്കിൽ ഭയങ്കര ഉറപ്പിലാട്ടോ കാര്യങ്ങളൊക്കെ പറയുന്നത്. നികേഷും പറയുന്നുണ്ട്, സുധീഷേട്ടൻ അത് ചെയ്യൽ ഉറപ്പാണ്, പിന്നെ എന്തിനാ വലിയ വർത്താനൊക്കെ പറയുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ഇല്ലടാ ഞാൻ നടത്തും, ഉറപ്പുള്ള കാര്യം എന്ന് പറയുമ്പോൾ നമ്മളെ ഹരീഷ് പറയും, എന്നാൽ സത്യം വെച്ചോ, അല്ലാതെ നിങ്ങളിത് നടത്തുന്നു ഞങ്ങൾക്ക് തോന്നുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും സുധീഷ് അത്രയും ഉറപ്പിലായിട്ട് അവരോട് സംസാരിച്ചത്. അങ്ങനെ നമ്മളെ സുധീഷ് ഇങ്ങനെ ഫോൺ കണ്ടിരിക്കുമ്പോൾ നികേഷ് ഇങ്ങനെ കളിയാക്കുന്നുണ്ട്, റീൽസ് കണ്ടുകൊണ്ടിരുന്നു. ഒരിക്കലും ഏടത്തിയമ്മ അതങ്ങ് പിടിച്ചിട്ട് നിങ്ങളോട് അതിൻ്റെ പേരിൽ വഴക്കിടുന്നു പറയുമ്പോൾ, ഏട്ടത്തിക്ക് എന്താ ഇതിൻ്റെ പ്രശ്നം, അതൊന്നും കുഴപ്പമില്ല, കല്യാണം തന്നെ കഴിച്ചിട്ടില്ല എന്നുള്ള വിചാരത്തിലാണ് അവൾ ഇരിക്കുന്നത്, എന്നിട്ടല്ല ഇപ്പം ഞാൻ റീൽസ് കാണുന്നതിനുള്ള കുഴപ്പം, നേരിട്ട് പോയി വായി നോക്കുന്നൊന്നുമില്ല എന്ന് പറഞ്ഞ നികേഷിനോട് തർക്കിക്കുന്നുണ്ട്. അപ്പോഴാണ് ഹരീഷ് അവിടേക്ക് വരുന്നത്. ഹരീഷ് ആണെങ്കിൽ പറയുന്നുണ്ട്, എനിക്കൊരു കാര്യം സംസാരിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ പിടിച്ച് മാറ്റുന്നുണ്ട്. അതിൻ്റെ പേരിൽ അവർ ചെറിയൊരു വഴക്കുണ്ടാവുന്നുണ്ട് കേട്ടോ. നമ്മളെ സുധീഷിൻ്റെ ഫോൺ ഹരീഷ് പിടിക്കുന്നുണ്ട്. പിടിച്ചിട്ട് പറയുന്നുണ്ട്, എനിക്ക് കാര്യം പറയാനുണ്ട്, നിങ്ങൾ ഇങ്ങനെ ഫോൺ നോക്കിക്കൊണ്ടിരിക്കില്ലേ എന്ന് പറയുന്നുണ്ട്. ഓ നീ കാര്യം പറയണമെന്ന് പറയുമ്പോൾ ഞാനിങ്ങനെ നിന്ന് തരല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ചെറിയൊരു വഴക്കൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പം നികേഷ് ഇങ്ങനെ പറയുന്നുണ്ട്, എന്തിനാ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ കയറി സംസാരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ആ ഹരീഷിൻ്റെ കയ്യിൽ സുധീഷിൻ്റെ ഫോണ് ഇരിക്കുന്നുണ്ട് കേട്ടോ. സുധീഷ് അത് പിന്നെ ഒരു വിധത്തിൽ വാങ്ങിയിട്ടുണ്ട് കയ്യിൽ നിന്ന്. അങ്ങനെ നിനക്കെന്താ പറയാനുള്ളത് നീ പറയുന്നു പറയുമ്പോൾ, സുധീഷ് ചേട്ടാ നമ്മളെങ്ങനെ സുഭാഷ് ചേട്ടൻ്റെ കല്യാണം നടത്തുക, സുധീഷ് ചേട്ടൻ അത് മുഴുവൻ വഹിച്ചോളാന്ന് പറഞ്ഞിട്ടില്ലേ, സുധീഷ് ചേട്ടൻ എവിടുന്ന പൈസ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ സുധീഷ് ചേട്ടൻ പറയണേ, ഞാനെപ്പോഴും അങ്ങനെ പറഞ്ഞു, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ആ ഒരു വാക്ക് തിരിച്ചെടുക്കാട്ടോ ചെയ്യുന്നത്. സുധീഷ് അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല, ഞാൻ സുഭാഷ് ചേട്ടൻ്റെ കല്യാണം കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ടില്ല, ഇത്രയും ലക്ഷങ്ങളൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് എവിടെയാ, എല്ലാവരും കൂടി എൻ്റെ തലയ്ക്ക് ഇടാൻ നോക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് തർക്കിക്കുന്നുണ്ട്. അപ്പോൾ ഹരീഷ് പറയുന്നുണ്ട്, നിങ്ങൾ തന്നെയല്ലേ വലിയ വർത്താനം പറഞ്ഞത്, ഈ കല്യാണം നിങ്ങൾ നടത്തിക്കോളാം, നിങ്ങളെ കല്യാണം സുഭാഷ് ചേട്ടൻ നടത്തിയോണ്ട് നിങ്ങൾ നടത്തിക്കോളാം, എത്ര ലക്ഷങ്ങളായാലും നടത്തിക്കോളാം എന്നൊക്കെ നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത്, ഇപ്പം അത് ഇല്ലാന്ന് പറയുകയാണല്ലേ, ഇത് എവിടുത്തെ ന്യായമാണ്, ഇത് എന്ത് വർത്താനം എന്നൊക്കെ ചോദിച്ചിട്ട് ഹരീഷ് ചൂടാവുന്നുണ്ട്. നികേഷും പറയുന്നുണ്ട് കേട്ടോ, സുധീഷ് ചേട്ടൻ അങ്ങനെ പറഞ്ഞതല്ലേ, ഇപ്പം എന്താ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ സുധീഷ് ആണെങ്കിൽ ഒരു കണക്കിനും വിട്ടു തരുന്നില്ല കേട്ടോ, ഒരുമാതിരി ചീറ്റ് ചെയ്ത മാറ്റൊരു സംസാരമായി സുധീഷിനെ. എന്തായാലും സുധീഷ് എന്തോ അറിയില്ല, പെട്ടെന്ന് അവൻ്റെ തീരുമാനം മാറ്റിയതുപോലെ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടേ ഇല്ല എന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ ഹരീഷിനാണെങ്കിൽ ദേഷ്യം വരിക അല്ലേ. ഹരീഷിന് മാത്രമല്ല ആർക്കായാലും ദേഷ്യം വരും, കാരണം അത്രയും ആൾക്കാരുടെ മുന്നിലാണ് അവൻ ഇത്രയും വലിയ വീമ്പടിച്ചത്. ഹരീഷ് ആണെങ്കിൽ നേരെ ചോദിച്ചതാണ്, സുധീഷ് ചേട്ടൻ്റെ കയ്യിൽ ഇത്രയും വലിയ എമൗണ്ട് എടുക്കാനില്ലെങ്കിൽ എനിക്കത് എവിടെന്നെങ്കിലും അറേഞ്ച് ചെയ്ത് തരാൻ വേണ്ടിയിട്ടാണ്, എൻ്റെ ഓണറിൻ്റെ അടുത്ത് ചോദിച്ചിട്ടോ മറ്റെവിടുന്നെങ്കിലും ബാക്കി തുക എവിടെ നിന്ന് കിട്ടും, ഞാൻ അറേഞ്ച് ചെയ്താലും ബാക്കി എമൗണ്ട് എവിടെ നിന്ന് കിട്ടും എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ ചോദിച്ച് നമ്മളെ സുധീഷിൻ്റെ അടുത്ത് ഇങ്ങനെ ചൂടാവുന്നുണ്ട് കേട്ടോ. സുധീഷ് ആണെങ്കിൽ പറയുന്നുണ്ട്, ഓ നീ എന്തിനാ നാളെ ഒന്നല്ലല്ലോ സുഭാഷ് ചേട്ടൻ്റെ കല്യാണം, ഇപ്പം തന്നെ വന്ന് ഇതൊക്കെ ചോദിക്കുന്നത്. അപ്പം ഹരീഷ് ആണെങ്കിൽ പറയുന്നത്, നിങ്ങളല്ലേ എല്ലാം നടത്തിക്കോളാമെന്ന് വലിയ വീമ്പടിച്ചത്, പിന്നെ എന്തിനാ ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നത്, അല്ലെങ്കിലും വീട്ടിലേക്ക് ഒരു 5 പൈസ ചിലവ് തരാത്ത ഒരാളാണ്, എന്നിട്ടാണ് ഇപ്പോൾ കല്യാണം നടത്താൻ വേണ്ടി പോകുന്നത്, എനിക്ക് അപ്പോഴേ ഉറപ്പുണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ നിങ്ങൾ സംസാരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഹരീഷ് നല്ല രീതിയിൽ സുധീഷിൻ്റെ അടുത്ത് ചൂടാവുന്നുണ്ട്. സുധീഷിന് ഇതൊന്നും പറ്റുന്നില്ല കേട്ടോ. സുധീഷ് ആണെങ്കിൽ പെട്ടെന്ന് ഒരു ചീറ്റ് ചെയ്ത പോലെയായിട്ടോ സംസാരിക്കുന്നത്. അവൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, കല്യാണം നടത്തിക്കോളാം എന്ന് പറഞ്ഞിട്ടില്ല, ഇത്രയും എമൗണ്ട് അവൻ്റെ അടുത്ത് നിന്ന് എങ്ങനെ ഉണ്ടാവാനാണെന്നൊക്കെയാണ് അവൻ പറയുന്നത്. ശരിയാണ്, അവൻ്റെ അടുത്ത് ഇത്രയും എമൗണ്ട് ഒന്നും ഉണ്ടാവില്ല, പക്ഷേ അവൻ അങ്ങനെ പറയേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. നിധിയുടെ മുന്നിൽ ചിലപ്പോൾ ഒന്ന് ആളാവാൻ വേണ്ടി പറഞ്ഞതായിരിക്കും, എന്താണെന്നറിയില്ല. എന്തായാലും സുധീഷ് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഇനി അഥവാ ഞാൻ അങ്ങനെ പറഞ്ഞാൽ തന്നെ എന്നെക്കൊണ്ട് അങ്ങനെയൊന്നും ചെയ്യാൻ കഴിയില്ല എന്നൊക്കെയാണ് അവൻ പറയുന്നത്. അവസാനം അവന് പറയുന്നുണ്ട്, സുധീഷ് ആണെങ്കിൽ പറയുന്നുണ്ട്, കല്യാണം എങ്ങനെ അമ്പലത്തിൽ വെച്ച് നടത്താം, അങ്ങനെ ചിലവ് ചുരുക്കാന്ന് എങ്ങനെ അവരെ വിളിച്ച് പറയും, അല്ലാതെ ഇത്രയും വലിയ എമൗണ്ട് ഒന്നും എടുത്ത് കല്യാണം നടത്താൻ പറ്റില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറാണ് ചെയ്യുന്നത്. അവസാനം നമ്മൾ ഹരീഷും സുധീഷും പൊരിഞ്ഞ അടി നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. നികേഷൊക്കെ വന്ന് പിടിച്ചു വെക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ എത്രയായിട്ടും പിടിച്ചു വെച്ചിട്ടും അവർ നിൽക്കുന്നില്ല, വീണ്ടും തമ്മിൽ പറഞ്ഞ് അടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഇത്രയുമായിട്ട് നമ്മൾ ഹരീഷും സുധീഷും ഇങ്ങനെ ഇതുപോലുള്ള അടിയൊന്നും അവിടെ കഴിഞ്ഞിട്ടില്ല, ചെറിയ രീതിയിൽ വാക്ക് തർക്കങ്ങളൊക്കെ ഉണ്ടാവാറുള്ളൂ. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ സുഭാഷ് ചേട്ടനൊക്കെ വന്നിട്ട് പിടിച്ചു വെക്കുന്നുണ്ട് കേട്ടോ. സുഭാഷ് ചേട്ടൻ വന്നിട്ട് നന്നായിട്ട് ചൂടാവുന്നുണ്ട്. അവസാനം നിധി ഇത് കാണുന്നുണ്ട്. നിധിക്ക് ഇത് കണ്ടിട്ട് ദേഷ്യം വരികയായിട്ട് ചെയ്യുന്നത്. അവൾ ആദ്യമേ അതുവഴി പോയപ്പോൾ
അവർ തമ്മിൽ വാക്കുതർക്കമുള്ളത് കണ്ടിരുന്നു. അപ്പോഴേ അവരെ ഒന്ന് നോക്കി പഠിപ്പിച്ചതാണ്. നിങ്ങളെപ്പോലെ നിങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ, കൊച്ചു കുട്ടികൾ പോലും ഇങ്ങനെ തിരക്ക് കൂടില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് വീണ്ടും അവർ അടിയൊക്കെ ഉണ്ടാക്കിയത്. അത് കഴിഞ്ഞിട്ട് അവർ സുഭാഷ് ഏട്ടൻ വന്ന് പിടിച്ചു വെക്കാൻ ശ്രമിച്ചിട്ടും ഇത് നിൽക്കാതെ ആയപ്പോൾ അവൾ അടുക്കളയിൽ പോയിട്ട് ഒരു പാത്രം എടുത്തുകൊണ്ട് വന്ന് നിലത്തെറിയാട്ടോ ചെയ്യുന്നത്. ആ ഒരു സൗണ്ട് കേട്ടിട്ടാണ് അവരുടെ അടി അവിടെ നിൽക്കുന്നത്. അങ്ങനെ നമ്മളെ നിധി പറയുന്നുണ്ട്, ഇനി ഇവിടുന്ന് ഒരു അക്ഷരം മിണ്ടിക്കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ആയിരിക്കില്ല, എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാമെന്നൊക്കെ പറഞ്ഞിട്ട് അവിടുന്ന് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നുണ്ട്. ഇത് കേട്ടിട്ട് നികേഷ് പറയുന്നുണ്ട്, നിങ്ങളുടെ പ്രശ്നത്തിലെങ്ങാനും ഏടത്തിയമ്മ ഇവിടുന്ന് പോട്ടെ, ഞാൻ രണ്ടുപേരെയും ഇവിടുന്ന് ഓടിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ഹരീഷിനെയും അതുപോലെ തന്നെ സുധീഷിനും വരട്ടുന്നൊക്കെ ഉണ്ട് കേട്ടോ. സുഭാഷ് ഏട്ടനും ഇവരെയൊക്കെ ഉപദേശിക്കുന്നുണ്ട്. അപ്പോൾ എന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കുമ്പോൾ സുധീഷ് പറയുന്നുണ്ട്, ഹരീഷാണ് പ്രശ്നങ്ങളൊക്കെ തുടങ്ങി വെച്ചത്, ഞാനൊരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ഹരീഷാണെങ്കിൽ പറയുന്നുണ്ട്, പ്രശ്നങ്ങൾ മൊത്തം ഉണ്ടാക്കി വെച്ചത് സുധീഷ് ഏട്ടനാണ്, ഇപ്പോൾ അവസാനം വെച്ച് ഇങ്ങനെ ഓരോന്ന് കാട്ടിക്കൂട്ടണം, എന്തൊക്കെയാണ് ചെയ്തതെന്ന് നന്നായിട്ട് എല്ലാവർക്കും ഇവിടെ അറിയാമെന്നൊക്കെ പറഞ്ഞിട്ട് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ രീതിയിലൊക്കെ വാക്ക് തർക്കങ്ങൾ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. നിധിക്കാണെങ്കിൽ വല്ലാത്ത ദേഷ്യവും വല്ലാത്ത അവസ്ഥയാവും കേട്ടോ ചെയ്യുന്നത്. കാരണം ആണുങ്ങൾ മാത്രമുള്ള ഒരു വീടാണ് ഇവിടെ, അവിടെ അവൾ മാത്രം ഒരു പെണ്ണായിട്ടുള്ളൂ. അപ്പോൾ അവളെ മുന്നിൽ വെച്ച് ഇങ്ങനെയൊക്കെ ചെയ്തപ്പം അവൾക്ക് എന്തോ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അവൾക്ക് ഭയങ്കര വിഷമമായിപ്പോയി. അങ്ങനെ സുഭാഷ് ഏട്ടനോട് അവൾ സോറി പറയുന്നുണ്ട് കേട്ടോ. കാരണം എല്ലാവരും മുന്നിൽ വെച്ച് അവൾ കുറച്ച് ഹാർഡായിട്ട് പെരുമാറുകയും ചെയ്തു. അതുപോലെ അവൾ പാത്രമൊക്കെ എടുത്ത് എറിഞ്ഞപ്പോൾ അത് സുഭാഷ് ഏട്ടൻ്റെ മുന്നിൽ നിന്ന് ചെയ്തപ്പോൾ അവൾക്കും പിന്നെ എന്തോ പോലെ ആയിപ്പോയി. കാരണം സുഭാഷ് ഏട്ടൻ അവളെ അത്രയും റെസ്പെക്റ്റ് ചെയ്യുന്നതല്ല. അപ്പോൾ സുഭാഷ് ഏട്ടനോട് സോറി സുഭാഷ് ഏട്ടാ, എനിക്ക് അത്രയും പറ്റാത്തതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് സോറി പറഞ്ഞ് അകത്തേക്ക് പോവുകട്ടോ ചെയ്യുന്നത്. പിന്നെ എല്ലാവരും തമ്മിൽ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചിരിക്കുകയാണ്. പിന്നെ വീണ്ടും നമ്മളെ നിധി അകത്തുനിന്ന് പുറത്തേക്ക് വരുമ്പോൾ സുഭാഷ് ഏട്ടൻ അവിടെ നിന്ന് കാണുക കേട്ടോ ചെയ്യുന്നത്. സുഭാഷ് ഏട്ടൻ ഇങ്ങനെ മൗനമായിട്ട് നിൽക്കുന്നത് കാണുമ്പോൾ അവൾക്ക് വിഷമമാവുകയാണ്. കാരണം എല്ലാം കണ്ട് നിൽക്കാനാണ് സുഭാഷ് ഏട്ടൻ്റെ ഒരു യോഗം എന്നുള്ള രീതിയിലാണ് നമ്മളെ നിധി നോക്കുന്നത്. വീട്ടിലെ എല്ലാ ജോലികളും ചെയ്യണം, പുറത്ത് പോയിട്ടും ജോലി ചെയ്യണം, അനിയന്മാരെ കാര്യങ്ങൾ മുഴുവൻ നോക്കണം. ഇപ്പോൾ കല്യാണക്കാര്യം വന്നപ്പോൾ അതിൻ്റെ പേരിൽ അവിടെ അടിയായിപ്പോയി. വല്ലാത്തൊരു അവസ്ഥയാണ് ഇപ്പോൾ ആ വീട്ടിൻ്റെ. എന്തായാലും ഈ അടിയെല്ലാം കൂടി ഇനി എവിടം വരെ എത്തുമെന്ന് നമുക്കറിയില്ല. എന്തായാലും ഇപ്പോൾ സുഭാഷ് ഏട്ടൻ്റെ കല്യാണം ഒന്ന് നടന്നു കിട്ടാനായിരുന്നു ഇത്രയും കാലം അവരെല്ലാവരും ആഗ്രഹിച്ചിരുന്നത്. ഇപ്പോൾ ആ ഒരു കല്യാണത്തിൻ്റെ പേരിൽ തന്നെ അതിൻ്റെ ചിലവിൻ്റെ പേരിലായി ഇപ്പോൾ അടുത്ത അടി. എന്തായാലും സുധീഷിന് ഇതിൻ്റെ പിന്നിൽ വേറെ എന്തോ ഉദ്ദേശം ഉണ്ടോ എന്നുള്ളത് കാര്യം നമുക്കും അറിയില്ല. കാരണം സുധീഷ് അതുവരെ പറഞ്ഞത് ഞാൻ നടത്തിക്കോളാം കല്യാണം എന്നാണ്, പെട്ടെന്നാണ് അവന് വാക്ക് മാറിയത്. അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ദുരുദ്ദേശം ഉണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. അപ്പോൾ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം. അപ്പോൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. ഇതുപോലുള്ള റിവ്യൂസിനായിട്ട് എൻ്റെ ചാനൽ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കും. ബൈ.